അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ അയാൾക്ക് സാധിക്കില്ല. പ്രതിപക്ഷ നേതാവെങ്കിൽ അങ്ങനെ. പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗിക വസതിയുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പോലീസ് എസ്കോർട്ട് ഉണ്ട്, പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്, അഡീഷണൽ സെക്രട്ടറി, മറ്റു ജീവനക്കാർ, ഇവരൊക്കെ അടങ്ങിയ വലിയൊരു പരിവാരമുണ്ട്. പോരാത്തതിന് ക്യാബിനറ്റ് പദവിയുമുണ്ട്. വെറുതെ ഒരു MLA ആയിട്ട് നിയമസഭയിൽ വന്നിരിക്കാൻ പിണറായിക്ക് സാധിക്കുകയില്ല എന്ന് പരിഹാസരൂപേണ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജിതിൻ കെ ജേക്കബ് കുറിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു പരമാർത്ഥം തന്നെയാണ് ജിതിൻ തന്റെ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപും അധികാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അധികാരം വിടാതെ കടിച്ചുപിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും പിണറായി വിജയൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ജയിച്ചു എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ ജയിച്ചത് ഒരുപാട് റൗണ്ടുകളിൽ പോലും തോൽവി ഉറപ്പിച്ചതിന് ശേഷം പിന്നീടൊരു സഡൻ ചേഞ്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജയത്തിൽ കൂടെ വന്നത്. പലപ്പോഴും പലരും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന് വലിയൊരു പരാജയം തന്നെ പ്രതീക്ഷിച്ചിരുന്നിടത്താണ് പെട്ടെന്ന് എല്ലാം തകിടം മറിഞ്ഞ് അദ്ദേഹം ജയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അതിനെ അതൊരു ജയമായി കാണാൻ സാധിക്കുകയില്ല. ജനങ്ങൾക്കിടയിൽ ആ വിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. പലരും പിണറായി ജയിച്ചതിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നതിലുമൊക്കെ അമർഷം ഉള്ളിൽ ഒതുക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു സമാധാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി അല്ലല്ലോ, പുതിയൊരു വ്യക്തിയാണല്ലോ, പുതിയൊരു സർക്കാരിലേക്കാണല്ലോ പോകുന്നത് എന്ന ഒരു സമാധാനം കേരളത്തിനുണ്ട്. ആ അവസരത്തിലാണ് ഇത്തരത്തിൽ ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെ വളരെ ശക്തമായ ഭാഷയിൽ നിശിതമായി വിമർശിച്ച് ജിതിൻ കെ ജേക്കബ് ഒരു പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. ആ പോസ്റ്റിലെ ബാക്കി ഭാഗങ്ങൾ വായിക്കാം. വെറുതെ ഒരു MLA ആയി നിയമസഭയിൽ വന്നിരിക്കുന്ന കാര്യം അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്റ്റാലിനെയും മമതയും പോലുള്ള മറ്റു ഏകാധിപതികൾ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇയാൾ കഷ്ടിച്ച് കടന്നുകൂടി. അതാണ് പറഞ്ഞത്, കഷ്ടിച്ചാണ് പിണറായി വിജയൻ കടന്നുകൂടിയത്. അത് അയാളുടെ മാത്രം നിർഭാഗ്യമല്ല എന്ന് ജിതിൻ കുറിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ, അതായത് നമ്മുടെയൊക്കെ നിർഭാഗ്യം എന്നാണ് ജിതിൻ തന്റെ വാക്കുകളിലൂടെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നു എങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലത്തെ ഏതെങ്കിലും ആഡംബര വീട്ടിലോട്ടോ മറ്റോ താമസം മാറിയേനെ. പാരീസിലെ ഒരു ഹോട്ടലിൽ ഒരു രാത്രി താമസിക്കാൻ 10 ലക്ഷം രൂപ വിലയുള്ള ആഡംബര ഹോട്ടലിൽ താമസിച്ചു എന്ന ആരോപണമുള്ള ആൾക്ക് ആ നിലവാരത്തിൽ നിന്ന് താഴാൻ പറ്റുമോ എന്നാണ് ജിതിൻ കെ ജേക്കബ് ചോദിക്കുന്നത്. 82 വയസ്സായി അധികാരമോഹിക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെ നികുതി പണം ഇനിയും ചിലവഴിക്കണം എന്നോർക്കുമ്പോൾ CPM എന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല. ഇപ്പോഴും സ്തുതി പാഠകരുടെ വാഴ്ത്തിപ്പാടലുകൾ തുടരുന്നു. പാർട്ടിയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി മാറിക്കൊടുക്കാമായിരുന്നില്ലേ എന്നൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയോട് ചോദിക്കാൻ പാടില്ല. അധികാരം സ്വയമേ വിട്ടൊഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ജിതിൻ ചൂണ്ടിക്കാണിക്കുന്നു. അയാൾ മൊഴിയില്ല. അധികാരമില്ലാതെ പരിവാരങ്ങളും ആഡംബരങ്ങളും ഇല്ലാതെ അയാൾക്ക് പറ്റില്ല. ജീവിതകാലം മുഴുവൻ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അയാൾ സുഖലോലുപതയിൽ ജീവിക്കും. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തനും സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം നടപ്പാക്കില്ല. ചരിത്രം ഇവിടെയും ആവർത്തിക്കുകയാണ്. മരണം വരെ അയാളെ നമ്മൾ തീറ്റിപ്പോറ്റണം. ഇഷ്ടമല്ല എങ്കിൽ കൂടി ആ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് ജിതിൻ കെ ജേക്കബ് കുറിച്ചിരിക്കുന്നത്. എന്തായാലും ജിതിൻ കെ ജേക്കബ് എനിക്ക് തോന്നുന്നു ഏകദേശം 1.5-2 മണിക്കൂറിന് മുൻപ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്റിന് താഴെ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. ആ കമന്റ്സുകളിൽ ജനങ്ങളുടെ അമർഷവും പിണറായി വിജയനോടുള്ള ആ ഒരു വികാരവും ഇപ്പോഴും തെല്ലും മങ്ങലേറ്റിട്ടില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന കമന്റുകളാണ് വരുന്നത്. അതിൽ ഒരിക്കൽ വൈദ്യുതി മന്ത്രിയുടെ സ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പോയ വ്യക്തിയല്ലേ ഇദ്ദേഹം, ആ ഒരു നന്മ ഓർക്കണമെന്നൊരാൾ കമന്റ് ഇട്ടെടുത്ത് ജിതിൻ കെ ജേക്കബ് വളരെ ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ സ്ഥാനമാനങ്ങളും പദവികളും ഉണ്ട് എന്നത് ആലോചിക്കണം എന്നാണ് ജിതിൻ കെ ജേക്കബ് അവിടെ കൊടുത്തിരിക്കുന്ന മറുപടി. എന്തായാലും പിണറായി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് വരുന്നത് ആർക്കും ദഹിച്ചിട്ടില്ല എന്നതും ഉറപ്പാണ്. എന്തായാലും ആർക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം തനിക്ക് കിട്ടുന്ന ഓരോ അധികാര സ്ഥാനത്തും കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടക്കും എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമാനസ്.